വടംവലി ലോകത്തെ പെൺകരുത്ത് വളയിട്ട കൈകളിൽ വടമൊതുക്കി കരുത്തോടെ പോരാടി ഓൾ ന്യൂസിലാൻഡ് വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ലേഡി ദാദാസ് ന്യൂസിലാൻഡ് ടീം. എളുപ്പം സംഘടിപ്പിക്കാവുന്ന ഏത് സാധാരണക്കാരനും പങ്കാളിയാകാവുന്ന കായിക ഇനമാണെങ്കിലും വടംവലി അത്ര ചില്ലറക്കാരനല്ല. എന്നാൽ വനിതകളുടെ വടംവലിയാണെങ്കിലോ ഒന്നും പറയേണ്ടതില്ലല്ലോ. ന്യൂസിലാൻഡിൽ ടഗ് ഓഫ് വാർ അസോസിയേഷൻ സംഘടിപ്പിച്ച ഓൺ ന്യൂസിലാൻഡ് വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി മലയാളികൾക്ക് അഭിമാനമായിരിക്കുകയാണ് ലേഡി ദാദാസ് ന്യൂസിലാൻഡ് വനിതാ ടീം. ചിട്ടയായ പരിശീലനത്തിലൂടെയും തങ്ങളുടെ ജോലി സമയവും കുടുംബവുമൊത്തുള്ള സമയത്തിനിടയിൽ വടംവലിക്കായി സമയം കണ്ടെത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ പെൺകരുത്തുകൾ. കഴിഞ്ഞ ദിവസം ഓക്ലാൻഡിൽ നടന്നത് ന്യൂസിലൻഡിലെ വനിതകളുടെ രണ്ടാമത്തെ പ്രൊഫഷണൽ വടംവലി മത്സരമായിരുന്നു. ദാദാസ് ന്യൂസിലാൻഡ്, ക്യൂൻസ് ഹാമിൽട്ടൺ, ഗ്യാങ്സ് ഓഫ് തേംസ് എന്നീ വനിതാ ടീമുകളാണ് പങ്കെടുത്തത്. പുരുഷ മേധാവിത്വം കൈയാളിയിരുന്ന വടംവലി ലോകത്ത് ന്യൂസിലാൻഡിലെ പെൺകരുത്തിന്റെ ആവേശമായി മാറി ദാദാസ് ന്യൂസിലാൻഡ് ടീം. അന്നം തേടി അലയുന്ന വേട്ടക്കാരന്റെ കൈകളിലെ ഉന്നം പിഴയ്ക്കാത്ത കൂരമ്പുകൾക്ക് നേരെ ചിഹ്നം വിളിച്ചെത്തുന്ന കാട്ടുകൊമ്പന്മാരെ പോലെ എതിരാളികൾ എയ്തുവിടുന്ന വിജയതന്ത്രങ്ങൾക്ക് മുന്നിൽ പതറാതെ മറുതന്ത്രം നിലഞ്ഞെടുത്തുകൊണ്ട് ഇതാ ഗ്യാങ്സ് ഓഫ് തേംസും ലേഡി ദാദാസും. നല്ലൊരു കൈയടി കൊടുക്കാം. ന്യൂസിലൻഡിന്റെ തന്നെ പെൺകരുത്തിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ടൂർണമെന്റ് കട്ടയ്ക്ക് അവർ നേർന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ലൊരു ഈ ഒരു കയ്യടി ഈ പെൺകരുത്തുകളിലെ ശക്തരാരെ എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ഈ ഒരു ടൂർണമെന്റ് ആത്മവിശ്വാസവും കരുത്തും പകരുന്ന വടംവലിയിലേക്ക് വനിതകൾ കടന്നു വരണമെന്നാണ് ദാദാസ് ക്യാപ്റ്റൻ ബബിലു സ്വാദിനും പരിശീലകനായ പ്രവീണിനും പറയാനുള്ളത്. ആഴ്ചയിൽ 3 ദിവസമാണ് പ്രാക്ടീസിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തോൾ ശൈലിയിൽ വടം വലിക്കുന്ന രീതിയാണ് ദാദാസിനെ മറ്റു വടംവലി ടീമുകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഇനിയും ഒത്തിരി മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള തീവ്ര പരിശീലനത്തിലും തയ്യാറെടുപ്പിലുമാണ് ഈ വനിതകൾ. ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.